அடிமாலி குமிளி தேசிய நெடுஞ்சாலை கத்திப்பாறைக்கு அருகில் ஆபத்தான இறக்கத்துடன் கூடிய வளைவு மிகப்பெரிய ஆபத்தை முன்னிறுத்துகிறது. இந்த பகுதியில் இருந்த மரங்களை விவசாய தேவைக்காக வெட்டியதற்கு பின்னால்தான் ஆபத்தை வெளி உலகம் அறிந்துள்ளது. அடிமாலி குமிளி தேசிய நெடுஞ்சாலை கத்திப்பாறைக்கு அருகில் ஆபத்தான இறக்கத்துடன் உள்ள வளைவுதான் தற்பொழுது ஆபத்தாக நிலை தொடர்வது. இங்கிருந்த மரங்கள் விவசாய தேவைக்காக வெட்டிய பின்புதான் இந்த பகுதியில் உள்ள விபத்துக்களை குறித்து வெளி உலகம் அறிவது. PMNPC தரத்தில்தான் டாரிங் வேலைகள் நடைபெற்றுள்ளது. அதிக வேகமாக இதன் வழியாக வரக்கூடிய வாகனங்கள் தான் விபத்தில் சிக்குவது. தேவையான வீதியும் இந்த பகுதியில் இல்லை. ஆபத்தான வளைவுகள் தான் விபத்துக்கள் அதிகரிக்க காரணம். விபத்துக்களை குறைப்பதற்கு இங்கு கிராஸ் பேரியர்கள் அமைக்க வேண்டும் என்ற கோரிக்கையும் வலுவடைகிறது. താഴോട്ട് നമ്മൾ കല്ലാറൂട്ടിക്ക് പോകുന്ന വഴിക്ക് ഇത് അവിടെ ഇപ്പോൾ ആ മരമെല്ലാം വെട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുകയാണ്. വീണ്ടും ഒരു സംഗമം ഡേഞ്ചറസ് ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അവിടെ. അപ്പം ഒരു ക്യാഷ് ബാരിയർ അവിടെ പിടിപ്പിക്കുന്നത് അധികാരികളുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുകയാണ്. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് ஒரு யாத்திரைக்காரன் என்ற நிலையில் எனக்கு പറയാനുള്ളത്. சாலையோரத்தில் விவசாய தேவைகளுக்காக இந்த இடத்தின் உரிமையாளர் மரங்களை வெட்டியதை தொடர்ந்தால் இந்த பகுதியில் ஆபத்தை வெளி உலகம் அறிந்து கொண்டது. உடனடியாக தேவையான நடவடிக்கை எடுக்க வேண்டும் என்பதான் கோரிக்கை. അടിമാലി കുമളി ദേശീയപാതയിൽ കല്ലാർകുട്ടി മോൾവശവും കത്തിപ്പാറയ്ക്ക് താഴ്വശവുമായി പോസ്റ്റ് ഓഫീസിനടുത്തുള്ള വലിയ വളവ് വളരെ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. കാരണം വളവിന് അടിവശത്തായിട്ട് ധാരാളം മരങ്ങൾ, റബ്ബർ അതുപോലെയുള്ള വലിയ മരങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നതാണ്. പറമ്പുടമസ്ഥൻ മരങ്ങൾ മാറ്റിയതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇവിടുന്ന് അടിമാലിയിൽ നിന്ന് താഴോട്ട് കല്ലാർകുട്ടിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് വളരെ ഭീതി വരുത്തുന്ന അല്ലെങ്കിൽ പേടി തോന്നുന്ന വണ്ടി കയ്യിൽ നിന്ന് വാളി പോകുന്ന രീതിയിൽ വരെയുള്ള ഒരു വളവും താഴ്വശം അഗാധമായ ഇറക്കവുമാണ്. അപ്പോൾ അത് ഒരു സൈൻ ബോർഡുകളോ അല്ലെങ്കിൽ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളോ ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിൽ അപകടം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത് അധികാരികൾ ശ്രദ്ധിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് പുറകെ ഓടിയിട്ട് കാര്യമില്ല. ആ വളവുകൾ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ദൂരത്തോളം ഇങ്ങനെ മരങ്ങൾ മുഴുവൻ വെട്ടിമാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ അപകടകരമാണ്. അത് ന്യൂസ് ബ്യൂറോ അടിമാലി.